ഇന്നലെ രാവിലെ മുതൽ തുടങ്ങിയ എഴുത്താണല്ലോ. എന്താ സംഭവം? കല്യാണത്തിന് ക്ഷണിക്കാനുള്ള ലിസ്റ്റാ. ആലോചിച്ച് എഴുതി വിളിച്ചില്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വിട്ടുപോകും. പിന്നെ അത് മതി പരാതിക്ക്. അതെ അതെ അതെ, അബദ്ധത്തെ വിട്ടുപോയാലും മനഃപൂർവ്വം ഒഴിവാക്കിയെന്ന് പറയുന്ന ആൾക്കാരാ ഉള്ളത്. അതെ, കല്യാണം വിളിക്കാത്തതിന്റെ പേരിൽ ശത്രുവായ ആൾക്കാർ വരെ ഉണ്ട്. കൃഷ്ണൻ ആരെയൊക്കെ വിളിക്കാനുണ്ട് എന്നൊരു ലിസ്റ്റ് ഉണ്ടാക്കണം. എന്താ കൃഷ്ണ? എനിക്ക് വിളിക്കാൻ ആരിയിരിക്കുന്നു സാറേ? അനാഥർക്ക് ആരാ ബന്ധുക്കൾ? നടക്കാൻ പോകുന്നത് സ്വന്തം മകന്റെ കല്യാണം. പക്ഷേ അവിടെയും ഒരന്യനെ പോലെ എല്ലാം കണ്ടു നിൽക്കേണ്ട ഗതികേടിലല്ലേ ഞാൻ. അഭിമന്യു എന്തായാലും കല്യാണക്കാര്യം എന്നോട് പറയില്ല. അതിലെനിക്ക് സങ്കടവുമില്ല. ഞാൻ ചെയ്ത ദ്രോഹങ്ങൾക്കുള്ള ശിക്ഷ. അമൃതമോള് എനിക്കെന്റെ സ്വന്തം മോളെ പോലെയാ. അവളുടെ കല്യാണത്തിന് ഒരു മേൽനോട്ടക്കാരനായി ഞെളിഞ്ഞു നിൽക്കണമെന്ന് എന്റെ വലിയൊരു മോഹമായിരുന്നു. പക്ഷേ എന്തോ ഒരു പക്ഷേ, കൃഷ്ണൻ തന്നെ ആയിരിക്കുമല്ലോ കല്യാണത്തിന്റെ പ്രധാന നടത്തിപ്പുകാരൻ. അഭിമന്യു സമ്മതിച്ചില്ലെങ്കിലോ? അവൻ സമ്മതിക്കില്ല സാറേ. ആ വീടിന്റെ പടിക്കൽ ചെന്നപ്പോ പോലും ദേഷ്യപ്പെട്ട് ഇറക്കി വിട്ടതല്ലേ അവൻ. അപ്പോ കല്യാണത്തിന് ഞാനുണ്ടായാൽ എന്താകും അവന്റെ പ്രതികരണം? ഒന്നുമില്ല കൃഷ്ണ, ഇതൊക്കെ തന്റെ പേടി മാത്ര. പോകെ പോകെ അവന്റെ ദേഷ്യമൊക്കെ മാറും. അവൻ തന്നെ വന്ന് തന്നെ കൂട്ടിക്കൊണ്ടുപോകും. ഇങ്ങോട്ട് നോക്കി, എനിക്ക് ഉറപ്പാടോ. ഒന്നാലോചിച്ചാ നമ്മൾ തമ്മിൽ എന്താടോ വ്യത്യാസം? രണ്ടുപേരും കുടുംബത്തെ ഉപേക്ഷിച്ച് അങ്ങ് തോന്നിയ പോലെ ജീവിച്ചു. ഒടുവിൽ ചെയ്തതൊക്കെ തെറ്റാണെന്ന് മനസ്സിലായപ്പോ തിരുത്തി നമ്മൾ തിരികെ വന്നു. എന്നോടുള്ള സകല ശത്രുതയും മറന്ന് എന്നെ എന്റെ മക്കള് സ്വീകരിച്ചില്ലേ? അതുപോലെ തന്നെയായിരിക്കും കൃഷ്ണന്റെ കാര്യവും. കൃഷ്ണ, അഭിമന്യുവിന്റെ മനസ്സ് മാറുന്നേ. നിങ്ങൾ സ്നേഹത്തോട് ഒരുമിച്ച് ജീവിക്കും. എടോ, ഞാനല്ലേ പറയുന്നേ. അച്ഛാ, മോള് വന്നായിരുന്നു. വാ. മോള് സഹദേവന്റെ അടുത്ത് പോയിരിക്കുകയാണെന്ന് അനഘ പറഞ്ഞു. പോയി. പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിട്ടല്ല, വെറുതെ. നന്നായി. ബന്ധങ്ങളുടെ ഇടപൊട്ടിപ്പോകാതെ നമ്മൾ തന്നെ നോക്കണം. അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് ഒറ്റപ്പെട്ടു പോവും, അച്ഛനെ പോലെ. സാറിന് എല്ലാവരും ഉണ്ടല്ലോ ഇപ്പോ. അനാഥനായത് ഞാനല്ലേ? എന്നാര് പറഞ്ഞു? കൃഷ്ണേട്ടന് ഞങ്ങളൊക്കെ ഇല്ലേ? പിന്നെ അബിയും അച്ചു ഒക്കെ ഉണ്ടാവും. എത്ര കാലം പിണങ്ങിയിരിക്കാൻ പറ്റുമോ അബിക്ക്? മോളെ, അതിപ്പോ ഞാൻ പറഞ്ഞേ ഉള്ളൂ. നീ പോട്ടെ. മോള് ക്ഷീണിച്ചു വന്നല്ലേ? ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഒരു കിഡിലൻ മാംഗോ ജ്യൂസ് ആയാലോ? ആയിക്കോട്ടെ. സാറിനാണോ? എനിക്ക് വേണ്ട, ഷുഗറാ. അച്ഛാ, എന്താ മോളെ? ഞാൻ വരുന്ന വഴി കലേമയെ കണ്ടു. എന്നെ കണ്ട് വണ്ടി നിർത്തി ഇറങ്ങി. അവളെന്താ പറഞ്ഞത്? അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. പക്ഷെ അവരുടെ വാശിക്കും വൈരാഗ്യത്തിനൊന്നും ഒരു കുറവുമില്ല. കുറയില്ല. ആഗ്രഹിച്ചത് എന്തെങ്കിലും കിട്ടാതെ പോയ പിന്നെ പാമ്പിന്റെ പകയ അവൾക്ക്. ലക്ഷ്യം നേടാൻ അവൾ എന്തും ചെയ്യും. അതിനിടയിൽ ആർക്ക് എന്ത് സംഭവിച്ചാലും അവൾക്ക് ഒരു പ്രശ്നവുമില്ല. മഹേന്ദ്രനെ കൊണ്ട് നിന്നെ കല്യാണം കഴിപ്പിച്ച് ഈ പഞ്ചരത്നം കൈക്കലാക്കാവുന്ന മോഹം തകർന്ന എന്റെ ഭ്രാന്ത ഇപ്പൊ അവക്ക്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.